This video is about tropomyosin, troponin, and titin filaments. Tropomyosin is a rod-shaped non-contractile fibrous protein and it amounts to 5 to 10% of the total contractile proteins of skeletal muscles. Tropomyosin exist ചെയ്യുന്നത് രണ്ട് ഹെലിക്കലി ട്വിസ്റ്റഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫിലമെന്റ്സിന്റെ ഫോമിലാണ്. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ഫിലമെന്റ്സ് എന്ന് പറയുന്നത് it is enclosed in the groove of F-actin double helix. F-actin double helixന്റെ അകത്ത് enclosed ആയിട്ടാണ് ഈ ഹെലിക്കലി ട്വിസ്റ്റഡ് ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ഫിലമെന്റ്സ് കാണുന്നത്. And tropomyosin plays an important role in sensitizing actin and myosin molecules to calcium ions. കാൽഷ്യം അയോൺസ് വരുമ്പോൾ മാത്രം ആക്റ്റിൻ ആൻഡ് മയോസിൻ മോളിക്യൂൾസ് ഇന്ററാക്ട് ചെയ്താൽ മതി. സോ അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ട്രോപ്പോമയോസിൻ. Thus it functions as an on and off switch for the movement of actin filaments in muscle contraction. മസിൽ കോൺട്രാക്ഷൻ ഉള്ള സ്റ്റിമുലൈ വരുമ്പോൾ മാത്രം ആക്റ്റിൻ ഫിലമെന്റ്സ് മൂവ് ചെയ്യാൻ പാടുള്ളൂ. സോ ആക്റ്റിൻ ഫിലമെന്റ്സിന് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ട്രോപ്പോമയോസിൻ ചെയ്യുന്നത്. വേർട്ടിബ്രേറ്റ്സിൽ striated മസിൽസിൽ ട്രോപ്പോമയോസിനെ പറയുന്നതാണ് ട്രോപ്പോമയോസിൻ ബി. And that found in non-striated muscles of many invertebrates is called tropomyosin A or paramyosin. Next, about troponin. Troponin occurs at intervals on actin filaments. Troponin ആണ് മസിൽ കോൺട്രാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർക്കോപ്ലാസിൽ നിന്ന് കാൽഷ്യം അയോൺസ് അപ്ടേക്ക് ചെയ്യുന്നത്. Troponin ഒരു കോംപ്ലക്സ് ഗ്ലോബുലാർ പ്രോട്ടീൻ ആണ് and it consists of 3 subunits called troponins T, C and I. Troponin T binds to tropomyosin. Troponin C reversibly binds to calcium ions. And troponin I is an inhibitory component. It inhibits interaction between actin and myosin. ആക്റ്റിനും മയോസിനും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യാന്നുള്ളൊരു ഫംഗ്ഷനാണ് ട്രോപ്പോണിൻ ഐ ചെയ്യുന്നത്. കാൽഷ്യം അയോൺസ് ഇല്ലാത്ത സമയത്ത് മസിൽ കോൺട്രാക്ഷൻ നടക്കണ്ട. സോ ആക്റ്റിൻ മയോസിൻ ഇന്ററാക്ഷൻ നടക്കണ്ട. സോ കാൽഷ്യം അയോൺസിന്റെ ആബ്സെൻസിൽ ട്രോപ്പോണിനും ട്രോപ്പോമയോസിനുമാണ് ആക്റ്റിൻ മയോസിൻ ഇന്ററാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഈസ് എ ഡയഗ്രാം ഓഫ് ആക്റ്റിൻ മയോസിൻ ബൈൻഡിങ്. റെസ്റ്റിംഗ് മസിൽസിൽ, അതായത് മസിൽസ് കോൺട്രാക്ഷൻ ഒന്നും നടക്കാത്ത സമയത്ത് മസിലിന്റെ സാർക്കോപ്ലാസം എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ ലെവൽസ് ഓഫ് ATP ആൻഡ് മെഗ്നീഷ്യം ആൻഡ് ലോ ലെവൽസ് ഓഫ് കാൽഷ്യം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന പിക്ചർ ആണ് മസിൽ റെസ്റ്റിംഗ് കണ്ടീഷനിലുള്ളത്. സോ ഈ ഒരു സമയത്ത് ആക്റ്റിനിൽ വന്നിട്ട് മയോസിൻ വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇവിടെയാണ് ആക്റ്റിന്റെ മയോസിൻ ബൈൻഡിങ് സൈറ്റ്. സോ ഈ മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഓഫ് ആക്റ്റിനിൽ വന്നിട്ട് ട്രോപ്പോമയോസിൻ വന്ന് ബൈൻഡ് ചെയ്തേക്കാണ്. ബിക്കോസ് അതൊരു ഇൻഹിബിഷൻ ആണ് ഇവിടെ മയോസിൻ വന്ന് ബൈൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ട്രോപ്പോമയോസിൻ ഐയും റിമെയിൻസ് ടൈറ്റ്ലി ബൗണ്ട് ടു ആക്റ്റിൻ. ഇറ്റ് കവേഴ്സ് ദ സൈറ്റ് വെയർ മയോസിൻ ഹെഡ്സ് ബൈൻഡ് ടു ആക്റ്റിൻ. സോ ട്രോപ്പോമയോസിൻ ഐയും ട്രോപ്പോമയോസിനും വന്നിട്ട് ആ ഒരു മയോസിൻ ബൈൻഡിങ് സൈറ്റ് കവർ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മയോസിനെ ബൈൻഡ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. And under these conditions, the actin filaments remain in the off position, mainly because the troponin-tropomyosin complex inhibits actin-myosin binding. Then calcium amount കൂടി കഴിയുമ്പോൾ troponin will uptake calcium and this inhibition is removed. അങ്ങനെ ഈ troponin-tropomyosin complex ഇവിടുന്ന് ഡിറ്റാച്ച്ഡ് ആകും. സോ അപ്പോൾ ആക്റ്റിനിലുള്ള മയോസിൻ ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത് വിസിബിൾ ആകും. മയോസിൻ ഹെഡ് വന്ന് ബൈൻഡ് ചെയ്യും. സോ ആക്റ്റിൻ മയോസിൻ ഇന്ററാക്ഷൻ നടക്കും, മസിൽ കോൺട്രാക്ഷൻ നടക്കും. ആൻഡ് ഫൈനലി അബൌട്ട് ടൈറ്റിൻ ഫിലമെന്റ്സ്. ദേ ആർ ഓൾസോ നോൺ ആസ് ഇലാസ്റ്റിക് ഫിലമെന്റ്സ് ആൻഡ് ദേ ആർ ലോങ് ആൻഡ് തിൻ. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ വെച്ചിട്ടാണ് ടൈറ്റിൻ ഫിലമെന്റ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ദേ ആർ കോൾഡ് ടൈറ്റിൻ. Titin is a special type of protein which is exceptionally large, extremely long and thin and excessively coiled and spring-like contractile protein. And titin ആണ് എല്ലാ സിംഗിൾ പോളിപെപ്റ്റൈഡ്സിലും വെച്ചിട്ട് ഏറ്റവും ലാർജസ്റ്റ്. Then titin filaments extend between the Z line and the myosin filaments. Then titin filaments are significant in 3 aspects.
They hold the actin and myosin filaments in tight alignment with each other. ആക്ടിനെയും മയോസിനെയും കറക്റ്റ് ആയിട്ട് ബൈൻഡ് ചെയ്ത് ടൈറ്റ് അലൈൻമെൻറ്റിൽ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ ആങ്കറേജ് ഓഫ് മയോസിൻ ഫിലമെൻറ്റ്സ് ടു ദ ഇസഡ് ലൈൻ. മയോസിൻ ഫിലമെൻറ്റ്സിന് ഇസഡ് ലൈനിലേക്ക് ആങ്കർ ചെയ്യാനായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് സെർവ് ആസ് എ മോളിക്കുലർ സ്പ്രിംഗ് ആൻഡ് thereby പ്രൊവൈഡ് പാസീവ് ഇലാസ്റ്റിസിറ്റി ടു ദ മസിൽ. മസിൽസിന് ഇലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും.